మంది చూద్దాం చూద్దాం అని పిలుస్తున్నాం. బోను బద్దల కొడితే ఎలా ఉంటుందో చూస్తావా? అమ్మా വെൽക്കം ടു ചിയേഴ്സ് വിത്ത് ചങ്സ്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് സൺ ഓഫ് സത്യമൂർത്തി മൂവിയില് മർമ്മപ്രധാനമായിട്ടുള്ള രംഗങ്ങളാണ്. ഐ ഫീൽ ദാറ്റ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആ ഒരു സീനിൽ തന്നെ ഇങ്ങനെ മുറുകി ഇങ്ങനെ വരികയാണ്. മുറുകി വന്നു. പക്ഷെ അത് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാനന്ദൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കോമഡി ട്രാക്ക് സംഭവങ്ങളൊക്കെ നല്ല ഒരു സ്റ്റൈലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Actually, he has a plan. Allu Arjun has a plan actually. എന്താ പറയാ ആ ഒരു that's what. ആ ഒരു ഫണ്ണി രീതിയിലാണ് സംഭവം. പക്ഷെ സ്റ്റിൽ വി ആർ ഫീലിംഗ് ദാറ്റ് മുറുക്കം. അതാണ് സംഭവം. ലാസ്റ്റ് സീന് എൻഡ് ചെയ്തത് ആ ഒരു സ്റ്റൈലിൽ നിത്യമേനൻ ഓൾറെഡി ഓക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, മറ്റേ നമ്മളെ മാമനെ തന്നെ കെട്ടാൻ വേണ്ടിട്ട് ആ ഒരു സെറ്റിലാണ്. അപ്പൊ എല്ലാം ഏകദേശം ഓക്കെയാണ്. ഈ സൈഡ് ഓക്കെയാണ്, പക്ഷെ മറ്റേ സൈഡ് ഓക്കെ ആണോ എന്ന് അറിയില്ല. റെഡി? ഒരു സോങ് ആണെന്നുണ്ട്. അടിയൊക്കെ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ സീൻ. ഞാനതാ വിചാരിച്ചു. സ്നേഹ സോങ് ഇല്ല. ഈ സോങ് കേട്ടവരുണ്ട് എവിടെയോ? കേട്ടിട്ടുണ്ട്. ഷോട്ട് എടുത്താലുണ്ട് അവിടെ. പാടിയാളും സിംഗിൾ ആണ്. സിംഗിൾ ഷോട്ടില് ആ എനർജറ്റിക് സംഭവം. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് എൻജോയ്മെന്റ് സോങ്. എൻഡ് അതും അങ്ങനെ തന്നെ വരുന്നത് സിംഗിൾ. ആ ഒരു സെയിം എനർജിയില് തന്നെ. ഇത് കലാശക്കൊട്ട് സോങ് ഉണ്ട് കേട്ടോ. എന്തില് സെയിം എനർജിയില് മാക്സിമം അല്ലേ? After this something is going to happen. ആ ഒരു മൊമെന്റ് സ്റ്റൈല്. గుంటూరుకారతడకం కుర్చీ మడతపెట్టాను లాస్ట్ సాంగ్ అలా దో సంభవం. నిశ్చితార్థం తప్పించడానికి చాలా ఆలోచించి నేను ఒక కౌంట్ డౌన్ ప్లాన్ చేస్తే దేవుడు ఇంకో కౌంట్ డౌన్ అనుకున్నాను. ఇంటి లోపలికి వచ్చిన వీరస్వామి మనుషులు నా బదులు దేవరాజ్ బామర్దిని పెళ్లి కొడుకు అనుకున్నారు. నీ పెళ్లి కొడుకుదానే ఇదిగో వాడే దీన్ని కట్టుకుంటే వీడియో దేవరాజ్ మొప్పడే కదా. అప్పు వీడి దామే చేయాలి. ഇത് അപ്പുറത്തുനിന്നുള്ള ആൾക്കാര്. അതായത് ഫിയാൻസിനെ കുത്താൻ വേണ്ടിട്ടല്ല അന്ന് വന്നത്, ആള് മാറിപ്പോയിട്ട്. അതായത് അങ്ങനെ വിചാരിച്ചിട്ട്. അതാ വീട്ടിനുള്ളിൽ ഒരു അൺഎക്സ്പെക്ടഡ് ഫൈറ്റില്ലേ. അവര് ശരിക്കും പോകാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിത്യമനോട് ഇടപെട്ടോണ്ടാണ് ഫൈറ്റ് കറക്റ്റ് വന്നത്. രണ്ട് സൈഡില് ആറ്റിറ്റ്യൂഡ് രണ്ടുപേരുടെയും ഫൈറ്റ് ആറ്റിറ്റ്യൂഡ്. അല്ലർജുൻ കണ്ടായിരുന്നു എങ്ങനെ ഇരിക്കുന്നു കലിപ്പില്. ഇപ്പൊ അറിയോ ഇനി എങ്ങനെയാ പോയി വൈ ലിവിംഗ് എന്നുള്ളത്. ഇതാണ് സീന്. അതന്നെ
മോനെ എന്താ ആ ഒരു സ്റ്റൈലാണ്. రాణించాడు లోనికి ఎవడులా రాణించాడు లోనికి ఎవడు ഓ ആള് മറ്റേതൊക്കെ വിട്ടല്ലോ. ആ చూస్తానండి నరకని కొడుకుని ഒളിക്കണം അതിനുള്ളിൽ പോയിട്ട്. അവസാനം ബ്രഹ്മാനന്ദൻ കോമഡി അല്ലാണ്ടായി. పొడిద వస్తుంది కదా దాన్ని విభూతిగా పట్టుకో. ഓ പിടിച്ചു പിടിച്ചു പിടിച്ചു. నీకు తెలియక మీ తప్పుకో. నా తలుపు తెరిచి నా పగోడిని ఇంట్లోకి తెచ్చినాడు వాడు. వాడు తను తెరవకపోతే రేపు ఇంకోరెవడో గోడ బదులు కొట్టుకొస్తాడు. నీ చెల్లెలికి ఎంగేజ్మెంట్ ఇష్టం లేదు, తనంటే నాకు ప్రేమ లేదు, మా ఇద్దరికి పెళ్లి అక్కర్లేదు. ఈ విషయం నీకు చెప్పడానికి నీ చెల్లెలు నువ్వు అంటే భయం, చెప్పకపోవడానికి నాకు నీకు అవసరం. అందుకే ఈ ఎంగేజ్మెంట్ ఆపడానికి వాళ్ళ లోపలికి వచ్చేలా నేనే చేశాను. పేపర్లు కావాలి, పందెం గెలవాలనుకున్నాను కాబట్టి తలంచు కూర్చున్నాను. నువ్వు పెట్రోల్ పోయాలి, ప్రాణాలు తీయాలి అంటే మాత్రం ఊరుకోం దేవరాజు. తెగొట్టేద్దాం. ఇరవై ఏళ్ళు ఏ జంతువుని నా పెండ్లానికి కనపడకుండా దాచానో దాన్ని చూద్దామని పిలుస్తున్నాం. బోను బద్దలు కొడితే ఎలా ఉంటుందో చూస్తావా? నీకు ఆస్తి ఇస్తా, చెల్లెల్ని ఇస్తా అన్నా, ఇప్పుడు సాగిస్తా. ప్రతి మనిషికి రెండు ప్రశ్నలు ఉంటాయి. స్టార్టింగ్ పుట్టాం, ఎప్పుడు పోతాం. రెండో ప్రశ్నలకు సమాధానం ఎవరు తెలుసుకోవాలనుకోరు, కానీ నాకు అవసరం ఆ రోజు వచ్చింది. నా కౌంట్ డౌన్ మొదలైంది. 1 నుంచి 10 దాకా నేను ఒక్కడిని, 2 దారులు, 3కి సమాధానం చెప్పాలి. 4 వారాల క్రితం కాసిన పందెం, 5,000 మంది ఉన్న ఊరు, 600 ప్రైవేట్ ఆర్మీ, 7 అడుగులు నడవడానికి ఒక అమ్మాయి, 8,000 గజాల సైట్, 9 నిమిషాల డెడ్ లైన్, మీటర్ల దూరంలో దేవరాజు. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. അതിനാ വടിയെടുത്തത്. മുളവടിയല്ലത് വലുത്. പക്ഷെ ഭയങ്കര മറ്റേത് കാണിക്കാൻ നോക്കിട്ടോ. എഫക്റ്റ് ഇന്റൻസ് കാണിക്കാൻ നോക്കിണ്ട് ഫൈറ്റിന്റെ. ഓ അവരടങ്ങി അടി കിട്ടിയപ്പോ. అమ్మ എന്താ എന്തോ വണ്ടി അച്ഛൻ అది ఏ రూట్ లో వెళ్తే అది రైట్. ఓ సార్ మనిషిగా చిన్న పొన్న బతకారమ్మా, చూసుకొని రిపోర్స్ కదమ్మా. బంపర్ బ్లాక్ అయింది, రివర్స్ తీయండి. సరే సార్. రూల్ నెంబర్ షాల్ ఐ పుష్?
ഓ അയ്യോ, അയ്യോ, അയ്യോ. അങ്ങനെയാണ് സംഭവിച്ചത്. അനീറ്റയുടെ ലൈഫ് രക്ഷിച്ചേ. ഓ ആളുടെ ആ നല്ല സ്വഭാവം ഇല്ലേ അവിടെ എഗെയിൻ കണ്ടാണ് സംഭവം. അന്ന് ഇടിച്ചപ്പോ ഇത് ഇവർക്കുള്ളായിരുന്നു. അനീറ്റിനെ കൊല്ലാൻ. ഓ ഫ്ലാഷ് ബാക്ക്. നമുക്കറിയില്ല. അത് നല്ല കണക്ഷൻ, നല്ല കണക്ഷൻ. నైస్ కనెక్షన్ అది. వారు బానే ఉన్నారు అంకుల్. మీరే నా కోసం నేను అంబులెన్స్ తెప్పిస్తాను. చెన్నైలో ఏదైనా హాస్పిటల్కి పోతా. దానికి ముందు నాకు ఇక్కడ కొంచెం పని ఉందమ్మా. ఏది ఉన్నా మీరు మా దగ్గర చెప్పండి. అంటే నా ఫ్రెండ్ సైట్ అమ్మాను, దాన్ని ఎవరు ఆక్రమించుకున్నారు. ఓ ఈ ఊళ్ళోనే ఉన్నాడు. వెళ్ళి మాట్లాడాలి. వదిలే ఆక్యుపైడ్. తెలిసి అమ్మలేదు కదా. తెలిసి చేస్తే మోసమమ్మా, చేసాక తెలిస్తే తప్పు. నా ఫ్రెండ్కి నష్టం వచ్చే తప్పు నేను చేయకూడదు. ఓ వెళ్ళి మాట్లాడాలి. మీ సైడ్ పడింది ఎవరో. మీరు పేరు చెప్పండి చాలు. మొత్తం కథ అన్ని మా అన్న చూసుకుంటారు. ഓ പേര് പറയാൻ പറ്റിയില്ല. ആക്ച്വലി ഇവരാണ് അത് ചെയ്തത്, മറ്റേ ദേവരാജ് അല്ലേ? ആ ഓ വാട്ട് എ കണക്ഷൻ അത്. പറയാൻ പറ്റിയില്ല. ആൻഡ് ഫ്രണ്ടിനെ ചീറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയും ചെയ്ത്. അതായിരുന്നു സംഭవం. మిమ్మల్ని పోలీసులు తీసుకెళ్తే అయ్యా మా జీవం తీసేస్తారు. അവിടെ ആള് അത് തകർന്നുണ്ടോ? నేను తప్పు చేస్తే మీ నాన్న పోయారు. నాకు హెల్ప్ చేస్తూ నువ్వు పోకూడదు. నేను ఇప్పుడు బతికే ప్రతిరోజు మీ నాన్న క్యాలెండర్ నుంచి చింపి తెచ్చుకున్నది. ఇంతకంటే బరువు నేను మోయలేను. వేண்டாనా విట్టడు. దేవరాజు కత్తెత్తితే కోతే కొయ్యగలవు, కత్తి దించి చూడు కొత్త రాత రాయగలవు. ഗിവിംഗ് അപ്പ് അല്ലേ? അവിടെ മറ്റേ പെങ്ങളുടെ ഓ പക്ഷെ അവിടെ എല്ലാരെയും എഗെയിൻ നല്ലതാക്കിക്കണ്ട. കാരണം മറ്റവരും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം മറ്റേ ഭാര്യയുടെ മുന്നിൽ എത്ര നാള് അടഞ്ഞേർന്നിരുന്നത് പേപ്പർ. ഫ്രണ്ട് മറ്റേ ഫ്രണ്ടും ഇല്ലേ സ്വന്തമായിട്ട് ചീറ്റ് ചെയ്തെന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ വരുന്നത്. ആക്ച്വലി അതൊന്നും അറിയില്ലേ അതൊന്നും. మీ నాయన బలమున్నోడు. ఓ మనిషి పోతా ఉంటే తన ప్రాణం తీసి బతికించగలడు. ఓ కత్తిస్తే 100 మందిని నరికిది వచ్చి నాకు చేయించి ఒక మనిషిని బతికించేది రాదు. మీ నాయనలా మీ నాయన గొప్పోడని చెప్పడానికి ఉన్న నా చెల్లెలు సాధు, మా ఇంట్లో ఉన్న నవ్వులు సరవు, ఈ ఇంటికి కట్టిన తోరణాలు సరవు. ఈ పేపర్లే రుజువు అయితే ఓ తీసుకో. ఇది నా దయ కాదమ్మా, నీ హక్కు. నా మంచితనం కాదు, మీ నాయన గొప్పతనం. ബ്യൂട്ടിഫുൾ ഫ്രെയിം, ബ്യൂട്ടിഫുൾ ഫ്രെയിം. എല്ലാരും കൊള്ളിച്ചോറ്, എല്ലാരും സ്നേഹം അടക്കമുണ്ടോ അവിടെ ബാക്കിൽ. ഓ ആളും ഭയങ്കരമായിട്ട് തകർന്ന് തകർന്ന്. ടൈം 12:01. 12 గంటల టైము, 4 వారాల గడువు. వీటి కోసం నా కూతుర్ని పడంగా పెట్టాను. మా ఆవిడ్ని పరాయ వాళ్ళింట్లో పెట్టాను. నాలాంటి నీచ ఓ యాక్చువల్లీ ద రీజన్ ఇస్ నాలాంటి వాడి కోసం. ఏంటండి ఇది చిన్నపిల్లలాగా? చూసావా,
15 ఏళ్ళుగా నాతో మాట్లాడిన మా ఆవిడ కూడా నాతో మాట్లాడింది. అది కూడా మీ నాన్న చావేరా, మీ నాన్న moment. This is Trivikram. And will be like our emotion. నాకు జన్మనిచ్చా, ఆ అమ్మాయికి పునర్జన్మనిచ్చా, నేను ద్వేషించే వరకు కూడా కొన్ని కోట్ల రూపాయల ఆస్తినిచ్చా, నాకు ఇంత ప్రేమించే అమ్మాయినిచ్చా. all because of father. ఒకరికి మంచి చేస్తే మనకు మంచి జరుగుతుందనే నమ్మకాన్ని ఇచ్చా. ഓ ഇങ്ങനെയുണ്ട് അത്ര എല്ലാത്തിന്റെയും. అదే మనోళ్ళు ఎవరినో చూసి పెళ్లి కూడా తడుతున్నారు. ఆ కన్ఫ్యూజన్ లో మనోళ్ళు దెబ్బతిన్నారు. పోయారంటే ఎవరిలో మూమెంట్ లేదు, మనం పేమెంట్ ఇవ్వక్కర్లేదు అనుకుంటా. వస్తున్నా నేను దేవగడ సత్యని చూడండి. ഇത് മറ്റേ അത് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ഓ അത് മറ്റേ സാധനത് അല്ലർജുൻ കെട്ടിയിട്ട സാധനത് റോട്ടില് ബൈ ആ കമ്പ അല്ലർജുൻ ഇട്ടണോ? హలో, డ్రైవింగ్ చేస్తూ ఫోన్ మాట్లాడకూడదు అంటారు, అందుకే. അതും നമ്മളെ മറ്റേ ആള് ഇവിടെ ആദർശ് ശർമ്മയുടെ అచ్చన్. ఏమైంది ఆ రోజు పనికి వచ్చి ఆస్తి వదిలేసుకుని పనికి మళ్ళీ షేర్స్ ఉంచుకున్నామని చెప్పి అన్నారు కదా బయట. ఈ రోజు ఆ షేర్లే పెరిగి 10 కోట్లు అయ్యాయి. బ్రోకర్ ఫోన్ చేసి చెప్పాడు, ఇక్కడికి ఎవరు హెల్ప్ అక్కర్లేదు, అదే నీ పెట్టుబడి, నువ్వు ఏ ఇల్లు అయితే అమ్మేసుకున్నావో అదే ఇంట్లో చక్రం చెప్తావు. ఇది నేను ఫోన్ చేసి చెప్పచ్చు, బట్ ఇది డైరెక్ట్ గా చెప్పాలి. చెప్పాక నీ రియాక్షన్ సారీ അവര് ഹാപ്പി. మా కష్టాలు తీర్చాలని నా చేతిలో ఉన్న వేస్ట్ పేపర్స్ కూడా డబ్బులుగా మార్చావని అన్నా. ఇది నా కథ. ప్రతి కథకి ఓ హీరో ఉంటాడు. తను ఎంత పెద్ద కష్టం తాగితే అంత గొప్పడు అవుతాడు. ఓ 20 ఏళ్ళ అమ్మాయి జీవితమా నీ జీవితమా అనే ప్రశ్న వస్తే నేను నువ్వు వదిలేసావు. ఇంతకంటే గొప్పడు ఎవడుంటాడు నాన్న? నా కథకి నువ్వే హీరో, నువ్వే హీరో నాన్న. ప్రౌడ్ టు బి సన్ ఆఫ్ సత్యమూర్తి. నువ్వు ఇచ్చిన విలువలే నా ఆస్తి. ഏത് സ്ഥലത്താണ് എന്റെ അവിടെ? స్వీటీకి చెప్పినట్టే సంవత్సరంలోపు మా ఇల్లు మాకు వచ్చింది. మా వదిన మెల్లోకి నగలు వచ్చాయి. మా అమ్మాయి తల్లోకి కూడా వచ్చింది. మా అమ్మ పెద్దల మీదకి నగ వచ్చింది. అలా జరిగింది. ఎందుకు కూడా గారు ఎప్పుడు వచ్చారు? ఆ రోజు నువ్వు అవ్వపోయి ఉంటే మా బాబు చెప్పేసేవాడు. ఊరి నుంచి స్ట్రైట్ ఎక్కడికి వచ్చేసా. ఆయన అదేంటి మొన్న వీటికి వచ్చారు కదా మా సెక్రటరీ జాన్. వీడు నాకు కూడా కనిపిస్తున్నారంటే నా మైండ్ దొబ్బిందా? వెంటనే డాక్టర్ చూపించుకోండి. റിയൽ സെക്രട്ടറി ജോൺ. സോ എന്റെ ആ ഒരു ഇമോഷണലി കൊണ്ടുവന്ന എന്റെ ഹാപ്പി ആക്കിയും അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മൂവിയുടെ ഒരു അത്രയല്ലേ ഉള്ളൂ. I feel only that. എൻഡിൽ അങ്ങോട്ട് എന്താ പറയാ, ഐ തിങ്ക് ഹി ലൈക്സ് പ്രകാശ് രാജ് ലൈക്ക് എനിത്തിങ്. എല്ലാ മൂവിയിലും ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്, ഓൾമോസ്റ്റ് ഓൾ മൂവീസില്. ആൻഡ് എൻഡിലാണെങ്കിലും നമ്മളെ ഇമോഷണൽ ആക്കി കളയുന്ന ഒരു രീതിയിലാണ് അല്ലെ. ആ ഒരു ഫാദർ ഇമോഷൻ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ രീതിയിലാണ്. അത്ര നേരം ആ ഒരു പാട്ടൊക്കെ വന്ന് സൂപ്പർ മച്ചി പാട്ടൊക്കെ വന്ന് ഫുൾ എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് ദെൻ ദ മൊമെന്റ് ഹാസ് കം ലൈക്ക് എന്താ പറയാ, എല്ലാവരും റിയലൈസ് ചെയ്തിട്ട് അത്ര ദുഷ്ടനായിട്ടുള്ള ആളെ മാത്രമേ കൊന്നുള്ളൂ അവസാനം. അതും ആ ഒരു മാസ് മൂവിന്റെ അകത്ത് എവറിത്തിങ് ഇൻക്ലൂഡഡ്. ആ ഒരു എൻഡിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു അടിച്ചോളി സോങ്, ഒരു ബീറ്റ് സോങ്, ഹൈ ബീറ്റ് സോങ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ഫൈറ്റ്. ആ ഫൈറ്റും ഉപേന്ദ്ര സാറും അല്ലു അർജുനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈറ്റ് ആണ്. കാരണം മൂവിയിൽ അങ്ങനെ ഉണ്ടാവണല്ലോ. ദെൻ ഓൺലി ദാറ്റ് ആ ഒരു ഇമ്പാക്ട് കിട്ടത്തുള്ളൂ. അത് വന്നു.
എൻഡിൽ ആ ഒരു ഇമോഷണൽ ക്ലൈമാക്സ് സൂപ്പർ. അത്രേ പറയാനുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ത്രിവിക്രം എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മാജിക്. ദാറ്റ്സ് എ മാജിക് ഓഫ് എവറി മൂവി നമ്മൾ കാണുമ്പോൾ ഇറ്റ് ബിക്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വി ഫീൽ ലൈക്ക് ഓക്കെ ഇറ്റ്സ് എവറി മൂവിയിലും ഈ ഒരു സംഭവം ഉണ്ട്. അതായത് എന്താ പറയാ, എല്ലാ മൂവീസിലും നോർമൽ ആയിട്ട് കാണുന്ന സംഭവമാണ് ഫാമിലി, ഇമോഷൻ, സംഭവങ്ങൾ. പക്ഷെ ഇദ്ദേഹത്തിന്റെ മൂവിയിൽ വരുന്ന സമയത്ത് ദാറ്റ് സംതിങ് സ്പെഷ്യൽ. ആ ഒരു ഇമോഷനിൽ തന്നെ ഒരു രസം കൊണ്ടുവരാൻ he will keep maximum to the entertainment. ആ ഒരു എന്റർടൈൻമെന്റ് മോഡിൽ വെച്ചുകൊണ്ട് തന്നെ ഇമോഷണൽ കണക്ട് ചെയ്യും. ആൻഡ് ഇമോഷണൽ ഓവർ ഡോസ് ഇടവില്ല അല്ലെ. ആ ഒരു എൻഡിൽ എന്താണോ നമുക്ക് തരാനുള്ളത് ദാറ്റ് ഫീൽ, ആ ഒരു ഫീൽ ഗുഡ് ഇമോഷൻ ആണ്, ഫീൽ ഗുഡ് ഒരു സംഭവമാണ്. അതായത് മാക്സിമം നമ്മൾ തരാൻ നോക്കുന്നത് എല്ലാ ഫീലിലൂടെയും കൊണ്ടുപോകാൻ നോക്കുക. അതായത് വി ആർ ട്രാവലിംഗ് ത്രൂ ഉപേന്ദ്രാസ് ഇമോഷൻ, അല്ലു അർജുൻ ഇമോഷൻ, സമന്താസ് ഇമോഷൻ, നിത്യ മേനോൻസ് ഇമോഷൻ, father emotions, Neha's emotion, like Brahmanandam's emotion. So basically it's a travel through all the emotions, through all the characters. So അതാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് he's trying to do. പിന്നെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ആ ഒരു ആക്ടർ in every movies we have watched like only like ആ ഒരു കോമഡി പാർട്ടിൽ വന്ന് then എന്താ പറയാ ആ സ്പേസ് പോകും. പിന്നെ ആളെ കാണില്ല നമ്മള്. പക്ഷെ ഇൻ ദിസ് മൂവി ലൈക്ക് ഓൾമോസ്റ്റ് ടിൽ ദ എൻഡ് വരെ ഉണ്ട്. ആൻഡ് ഇച്ചിരി ഒരു സീരിയസ് മൊമെന്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡിഫറെന്റ് ആക്കാനാണ് തോന്നുന്നുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ആ ഒരു ആക്ടർ ആ ഒരു മൊമെന്റില് അതും ഉപേന്ദ്ര ട്രൈങ് ടു കിൽ ഹിം അങ്ങനത്തെ ഒരു മൊമെന്റ് ഇരുന്ന് നമ്മള് വിൽ നെവർ എവർ എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് സീൻ വിൽ ഹാപ്പൻ. ആൻഡ് എവിടെയാണെങ്കിലും സമ്പത്ത് ആണെങ്കിൽ ഈസ് വെരി എന്താ പറയാ ആളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അതും നല്ലൊരു കാരണം ലാസ്റ്റ് മെസ്സേജും കൊടുത്തത് കോൾ ചെയ്തത് വണ്ടി ഓടിക്കുമ്പോ ഫോൺ ഏർന്ന് എന്നുള്ളൊരു മെസ്സേജും കൊടുത്തു. അതും പൊളി തന്നെയായിരുന്നു. അതും ദ കോസസ് ആക്ച്വലി ലൈക്ക് അല്ലു അർജുൻസ് ആ ഒരു തന്നെയാണ്. അത് തന്നെയാണ് കാരണം. അത് ശരിക്കും നല്ലവർക്ക് ഹെൽപ്പ് ചെയ്യാനാണ് കെട്ടിയത്. മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശം രീതിയിൽ വന്നു. പിന്നെ ആണെങ്കിൽ ദാറ്റ് കണക്ഷൻ വാസ് അൺഎക്സ്പെക്ടഡ്. ദാറ്റ് വാസ് വെരി ഫ്രഷ്. നമ്മൾക്ക് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. വിൽ നെവർ എവർ എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് സീൻ വുഡ് ബി കണക്റ്റഡ്. അതായത് വിൽ നോട്ട് ഫീൽ ദാറ്റ് ലാസ്റ്റ് മൊമെന്റ് മേ ഓക്കെ ദാറ്റ് ഉപേന്ദ്ര സർ വിൽ ബി ഇൻ ദ ഗുഡ് പൊസിഷൻ. ആ ഒരു സംഭവം കാരണം നമ്മൾക്ക് അറിയാം Trivikram style is like that. Definitely the victory is victory is Allu, but we will not feel that like last moment Upendra sir will be good. So our moment either he has to be good അല്ലാന്നുണ്ടെങ്കിൽ he has to die. അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ I was expecting that he is going to change his mind. Yeah, he is going to change because it's a Trivikram movie again. That is what. And also actor Ubendra. Yeah, actor Ubendra just like that എന്താ പറയാ kill ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. And pure ഒരു വില്ലൻ ആക്കാനും പറ്റില്ല. He because all these things because of situation. പക്ഷെ ആ ഒരു കണക്ഷൻ കാണിച്ചപ്പോ ദാറ്റ് വാസ് ലൈക്ക് ഇറ്റ്സ് വെരി നമുക്ക് തന്നെ ഷോക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അല്ലേ. ആൻഡ് വേറൊരു കാര്യം കൂടെ, ആ ജസ്റ്റിഫിക്കേഷൻ ഇന്റർവെൽ ടൈമിൽ നമ്മളെ ആ ഫാദറിന്റെ ഫ്രണ്ട് അതായത് സമന്തയുടെ അച്ഛൻ പറയുന്നുണ്ട് അവൻ എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള. സോ സ്റ്റിൽ അല്ലർജുൻ അവിടെ അത് ഡിനൈ ചെയ്യാണ്. അല്ലർജുൻ ഡിനൈ ഇല്ല അങ്ങനെ ചെയ്യില്ല. അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന അച്ഛൻ ആ ഒരു സംഭവം ആ ട്രസ്റ്റ് എൻഡിലോട്ട് അത് കാണിക്കുകയും ചെയ്തു. അത് അങ്ങനെയല്ല, അത് ജസ്റ്റിഫിക്കേഷൻ പ്രോപ്പർ ആയിരുന്നു കേട്ടോ. കാരണം ലൈക്ക് അഗെയിൻ എൻഡ് മൊമെന്റ് വരെ പ്രകാശ് രാജ് ഗുഡ് പേഴ്സൺ ആണെന്നുള്ളത്. അതെ, ദിസ് മൂവി ഈസ് വെരി വെരി ഗുഡ് പേഴ്സൺ. അല്ലെങ്കിൽ എല്ലാ മൂവിയിലും അദ്ദേഹത്തെ ഹിൽ ബിക്കം എ ചീറ്റർ അല്ലെങ്കിൽ എന്താ പറയാ ഒരു തല്ലാൻ പോകുന്ന ആള് ലാസ്റ്റ് ഹി വിൽ ഡൈ സംതിങ് വിൽ ഹാപ്പൻ. പക്ഷെ ഇതിനകത്തും ഹി ഈസ് ഡൈയിങ് പക്ഷേ ഫോർ ആസ് എ ഗുഡ് മാൻ എന്നുള്ള രീതിയിലാണ്. ഹി ഈസ് നോട്ട് ദേർ ടു മച്ച് ഇൻ ദിസ് മൂവി ബട്ട് ഹി ഈസ് ദ സോൾ. ഹി ഈസ് ദ we feel that he is completely in this movie throughout. Almost like in the scene almost got over in the first half only. First half almost ഒരു half ആയപ്പോഴേക്കും also first half only little bit is all. പക്ഷേ we are feeling that throughout the movie he is there as a soul. അങ്ങനത്തെ ഒരു ഫീല് ത്രിവിക്രം എന്ന് പറയുന്ന ഡയറക്ടർ മാക്സിമം നമുക്ക് തരാൻ നോക്കിയിട്ടുണ്ട്. at the end also like whatever he got everything because of him. He lost because of him. He got again like എനിക്ക് തോന്നുന്നു regained by his own. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നത് if all the properties was there with him then he will not know how to leave because father is not there, then he may take wrong decisions everything. പക്ഷെ that kind of situation has come into his life that he has to change himself as a normal person then achieve everything back. അല്ലേ? അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പോ he has earned everything.
ഇല്ലേ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എല്ലാം അനുഭവിക്കുന്ന അദ്ദേഹം തന്നെ. സോ ആ ഒരു വലിയൊരു മെസ്സേജും നമുക്ക് തരാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം വി ക്യാൻ ബൗൺസ് ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് കൊടുക്കാൻ നോക്കുന്നത്. ലോട്ട്സ് ഓഫ് മെസ്സേജസ് ഇതിനകത്തുണ്ട്. പക്ഷെ ഹീസ് നോട്ട് ഗിവിംഗ് എ ഡയറക്റ്റ് മെസ്സേജ്. യു വാണ്ട് ടു ടേക്ക് ഇറ്റ്, യു ടേക്ക് ഇറ്റ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. And that also what we can feel it like this movie is completely like a 50-50%. Allu Arjun 50% movie and 50% of Trivikram movie actually, because Trivikram style ഉണ്ട് എല്ലാ സ്ഥലത്തും ആ ഒരു ടച്ച് കൊടുത്തിട്ടാണ് എൻഡ് വരെ കംപ്ലീറ്റ് അല്ലു അർജുൻ മൂവി അല്ല. ബ്രില്യന്റ് മൂവി. അറ്റ് ദ എൻഡില് സൺ ഓഫ് സത്യമൂർത്തി വൈ ദാറ്റ് നെയിം എന്നുള്ളത് നമ്മൾക്ക് പ്രൂവ് ചെയ്തു തന്നു. ബ്രില്യന്റ് ഐഡിയ. അത്രേ ഉള്ളൂ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. എന്തായാലും അടുത്തൊരു മൂവിയിൽ അടുത്തൊരു റിയാക്ഷനിൽ നമുക്ക് കാണാം.